4ാം ക്ലാസ്സുകാരിയെ ക്രൂരമായി ഉപദ്രവിച്ച കേസിൽ പിതാവും രണ്ടാനമ്മയും ഒളിവിൽ. കുട്ടിയുടെ പിതാവ് അൻസറും രണ്ടാനമ്മ ഷെബീനയുമാണ് ഒളിവിൽ പോയത്. കുട്ടിയെ ശിശു സംരക്ഷണ സമിതിയുടെ നിരീക്ഷണത്തിൽ പിതാവിന്റെ വീട്ടിലേക്ക് മാറ്റി. എനിക്ക് അമ്മയില്ല കേട്ടോ, എനിക്ക് രണ്ടാനമ്മയാണ് കേട്ടോ. എന്റെ വാപ്പിയും ഉമ്മയും എന്നോട് ക്രൂരതയാണ് കാണിക്കുന്നത്. ഒരു ദിവസം സ്കൂളിൽ പ്ലേറ്റ് മറന്നു വെച്ചപ്പോൾ ഉമ്മി എന്റെ മുഖത്തടിച്ചു. അനിയനും ഞാനും കൂടി കളിച്ചപ്പോൾ വഴക്കുണ്ടാക്കിയപ്പോഴും ഉമ്മി എന്നെ അടിച്ചു. വീട് വെച്ചിട്ട് 2 മാസമേ ആയുള്ളൂ. എപ്പോഴും എന്നെ പേടിപ്പിക്കും. ഞാൻ സെറ്റിയിൽ ഇരിക്കുമ്പോൾ ഇരിക്കരുതെന്ന് പറയും. ബാത്റൂമിൽ കയറുമ്പോൾ കയറരുത് എന്ന് പറയും. ഫ്രിഡ്ജ് തുറക്കുമ്പോഴും തുറക്കരുത് എന്ന് പറയും. അതുപോലെ എന്റെ അമ്മയെ കുറേ ചീത്ത വിളിക്കും. പഠിക്കാൻ മിടുക്കിയായ സ്കൂൾ ലീഡറായ 4ാം ക്ലാസ്സുകാരി താൻ അനുഭവിച്ച വേദനകൾ നോട്ട്ബുക്കിൽ പകർത്തിയതാണിത്. വലിയ കൈവിരലുകളുടെ പാടും നീരുവന്ന് ചുവന്ന മുഖവുമായി ക്ലാസ്സിലെത്തിയ കുട്ടിയോട് അധ്യാപകർ കാര്യം തിരക്കിയപ്പോഴാണ് പിതാവിന്റെയും രണ്ടാനമ്മയുടെയും ക്രൂരതകൾ പുറത്തുവന്നത്. കുട്ടി രാവിലെ സ്കൂളിൽ വന്നപ്പോഴാണ് മുഖം എല്ലാം കൂടെ നീരായിരിക്കുന്നത് നമ്മൾ കണ്ടത്. അന്വേഷിച്ചപ്പോഴാണ് കുട്ടി പറയുന്നത് ഇതുപോലെ കുട്ടിയുടെ മാതാപിതാക്കൾ ഉപദ്രവിച്ചാന്ന് പറഞ്ഞു. അപ്പം തന്നെ നമ്മൾ ബന്ധപ്പെട്ട ആൾക്കാരെ അറിയിക്കുകയും ചെയ്തു. നേരത്തെ ഉണ്ടായിട്ടുള്ളതാണ് കുട്ടി പറയുന്നത്. പെൺകുട്ടി ജനിച്ച ദിവസങ്ങൾക്കകം അമ്മ മരിച്ചിരുന്നു. 1.5 വർഷം കഴിഞ്ഞപ്പോൾ കുട്ടിയുടെ പിതാവ് രണ്ടാമത് വിവാഹം കഴിച്ചു. പിതാവിന്റെ വീട്ടിലായിരുന്ന കുടുംബം 1.5 വർഷം മുൻപാണ് പുതിയ വീട്ടിലേക്ക് താമസം മാറിയത്. ഇതിനുശേഷമാണ് തനിക്ക് രണ്ടാനമ്മയിൽ നിന്നും പിതാവിൽ നിന്നും ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നതെന്നാണ് കുട്ടി പറയുന്നത്. അധ്യാപകർ പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് നൂറനാട് പോലീസ് കുട്ടിയുടെ പിതാവ് അൻസറിന്റെയും രണ്ടാനമ്മ ഷെബീനയുടെയും പേരിൽ കേസെടുത്തിരുന്നു. ഇരുവരും ഒളിവിലാണ്. കുട്ടിയെ കുട്ടിയുടെ ഇഷ്ടപ്രകാരം പിതാവിന്റെ വീട്ടിലേക്ക് മാറ്റി. കുഞ്ഞ് ശിശു സംരക്ഷണ സമിതിയുടെ നിരീക്ഷണത്തിലായിരിക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, ആലപ്പുഴ.